നമസ്കാരം, മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾ വീണ്ടും ഒരു യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ലതെന്ന് തോന്നിയ ഒരു ഡിസ്പോസിബിൾ ഡയപ്പറാണ് കാണിച്ചു തരുന്നത്. അതായത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടി ആയിട്ടുള്ള ഒരു ഡിസ്പോസിബിൾ ഡയപ്പർ. അപ്പോൾ ഇതാണ് സാധനം. കുറച്ച് പേരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ബ്രാൻഡ് നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും പോപ്പുലറാണ്. നമുക്കറിയാം, പോപ്പീസിൻ്റെയാണിത്. പോപ്പീസ് ബേബി കെയർ ബ്രാൻഡിൻ്റെ ബേബി ഡയപ്പറാണ് വന്നേക്കുന്നത്. ഡയപ്പർ പാൻസ് ആണ് കേട്ടോ. അപ്പോൾ പോപ്പീസ് ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ അധികം പറയേണ്ട കാര്യമില്ലെങ്കിലും അറിയില്ലാത്തവർക്ക് പറയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ളൊരു ബ്രാൻഡാണ്. അവർ 2005 സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിൽ. ചെറിയൊരു ബ്രാൻഡായിട്ട് തുടങ്ങി. ഇപ്പം ഇൻ്റർനാഷണലി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റിവിടുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവർ ആദ്യം ഡ്രസ്സായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പോപ്പീസിൻ്റെ ഡ്രസ്സ് എല്ലാവരും തന്നെ വാങ്ങിക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ ഡയപ്പറും ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, സ്കിൻ കെയർ റേഞ്ചിലുള്ള ഒരുപാട് പ്രോഡക്ട്സും അവർ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ എൻ്റെ അടുത്ത് ആർക്കെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പോപ്പീസിൻ്റെ പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഡയപ്പർ. എക്സ്ട്രാ പ്രീമിയം ക്വാളിറ്റി ഡയപ്പർ എന്ന് എഴുതിക്കണം. കാണാനായിട്ട് വലിയ ലുക്കൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ലുക്ക് നോക്കി വാങ്ങുന്നവർക്കാണെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഡയപ്പറിന്. അപ്പം ഞാൻ പറഞ്ഞു വരുവാണെങ്കിൽ ഇതിൻ്റെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ പറ്റിയ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോസിൽ എല്ലാം ചെയ്തേക്കുന്ന 2 ലൈറ്റ് വെയിറ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ നമുക്ക് കുറേ ബ്രാൻഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ ഇതൊക്കെയാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ലൈറ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റും ആണ് കേട്ടോ മെറ്റീരിയൽ. അകത്ത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 2 നമ്മുടെ ലീക്കേജ് പ്രൂഫ് ഇലാസ്റ്റിക് ഇത് ബാൻഡ്സ് 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും തന്നെ 2 ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് എല്ലാത്തിൻ്റെ അകത്തേത് കുറച്ച് ലൂസായിട്ടുള്ളതായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് കാലയിൽ അധികം ടച്ച് ചെയ്യാതിരിക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലീക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തേത് കുറച്ച് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ലീക്കേജ് ഇതുവരെ ലീക്ക് ആയിട്ടില്ല കേട്ടോ, ഞാൻ അവൾക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെയാണെങ്കിൽ ഈ ബാൻഡാണെങ്കിലും, അതായത് വേസ്റ്റ് ബാൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ സംഭവങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇത് മെയ്ഡ് ഇൻ മലേഷ്യ ആണ് കേട്ടോ പ്രോഡക്റ്റ് വന്നേക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അബ്സോർബൻസി ഒക്കെ നല്ല ഗുഡായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. തെച്ചുകുട്ടി അത്യാവശ്യം യൂറിനൊക്കെ പാസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അവൾക്ക് ഞാൻ നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, രാവിലെ ആകുമ്പോഴേക്കും ലീക്കൊന്നും ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഹൈലി അബ്സോർബൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് നൈറ്റ് ടൈം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വേറെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസിനെ കുറിച്ചിട്ടാണ്. സൈസ് ആക്ച്വലി ഇതിപ്പോൾ സ്മോൾ സൈസാണ് കേട്ടോ. എനിക്ക് തെച്ചുകുട്ടിക്ക് നോർമലി സാധാ ഡയപ്പേഴ്സ് എല്ലാം ഞാൻ ലാർജാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്മോളാണ്. സ്മോൾ അല്ല, ആക്ച്വലി മീഡിയം ആയിരുന്നു ശരിക്കും വേണ്ടത്. പക്ഷെ ഞാൻ സൈസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പോൾ ഒരു സൈസ് സ്മോൾ ആയിട്ടുള്ളത് മേടിച്ചാൽ മതി. നമ്മളിപ്പം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ലാർജ് വാങ്ങിക്കുന്നെങ്കിൽ ഇതിൻ്റെ മീഡിയം വാങ്ങിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഒരു സൈസിൻ്റെ പ്രോബ്ലം ഇതിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല. നമുക്ക് ഈ ഇലാസ്റ്റിക് ബാൻഡൊന്നും അവളുടെ അരയിൽ പാടൊന്നും വരുന്നില്ല. ഇത് അത്യാവശ്യം സൈസ് ചെറുതായിട്ട് കൂടി നമുക്ക് പാടൊന്നും വരുന്നില്ല. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യാം. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. ഇത് ഒരു 24 പീസിൻ്റെ പാക്കാണ്. ഇതിന് 390, അതായത് 319 രൂപയാണ് ഈ ഒരു പാക്കിന് വരുന്നത്. അപ്പം അതുകൊണ്ട് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പം അതുകൊണ്ട് ആഗ്രഹമുള്ളവർ വാങ്ങിച്ച് നോക്കുക. ഇത് അവരുടെ എല്ലാ ഷോപ്സിലും, അതുപോലെ തന്നെ വേറെ ഒരുപാട് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈനിലും ഉണ്ടോയെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എല്ലായിടത്തും തന്നെ സംഭവം കിട്ടും. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അവരുടെ ഏതെങ്കിലുമൊക്കെ സ്കിൻ കെയർ പ്രോഡക്ട്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുക. നിങ്ങളെ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ഈ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പേരും സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരാൾക്ക് നമ്മൾ പോപ്പീസ് ബ്രാൻഡിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, അതിനുശേഷം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സംഭവം നല്ലതാണോ അല്ലയോ എന്നുള്ളത്. കാരണം യൂസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതും കൂടി ഒരു റിവ്യൂ ആവുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ പറയാനായിട്ട്. നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ.